Good morning. Good morning, ma'am. Good morning, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സില് വന്ദന മിസ് എവിടെ വരെയാണ് നിർത്തിയത്? ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാംസ് വരെയല്ലേ? അവിടെ വരെയല്ലേ കംപ്ലീറ്റ് ആയത്? ഓക്കെ, അത് കംപ്ലീറ്റ് അല്ലേ? അതെ. ഓക്കെ, നെക്സ്റ്റ് ഭാഗം തുടങ്ങിയാണ് കേട്ടോ മിസ് എടുക്കുന്നത്. ഇത് കഴിഞ്ഞുള്ള ഭാഗം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ നോക്കില്ല. ഓക്കെ, അപ്പൊ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് പ്രോഗ്രാംസ് കംപ്ലീറ്റ് ആയിരുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് ക്വാളിറ്റി സർക്കിൾസ്, ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ദെൻ ഫസ്റ്റ് വൺ ആണ് ക്വാളിറ്റി സർക്കിൾസ്. ക്വാളിറ്റി സർക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the quality circles are small groups of workers who meet regularly with their supervisors as the circle leader to address work related issues. ഇതൊരു small group of workers in ഒരു small group ആണ് ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. അവിടെയുള്ള വർക്ക് ചെയ്യുന്ന ആളുകള് സ്മോൾ ഗ്രൂപ്പുകളായിട്ട് മാറുന്നു. അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടുള്ള വർക്കേഴ്സിന്റെ ആ സ്മോൾ ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. അവര് പതിവായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടെ അവരുടെ സൂപ്പർവൈസേഴ്സുമായിട്ടുള്ള മീറ്റിങ്ങുകൾ വെക്കും. അങ്ങനെ മീറ്റിങ്ങുകൾ വെച്ച് കഴിയുമ്പോൾ അതിലെ ആ ഒരു സർക്കിൾ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിലെ ഒരു ലീഡർ ഉണ്ടാവുമല്ലോ, അദ്ദേഹം അവരുടെ ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആരുടെ മുമ്പിൽ അവതരിപ്പിക്കും? ആ ഒരു സൂപ്പർവൈസറുടെ മുമ്പിൽ ആ ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ അവതരിപ്പിക്കുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിനെയാണ് നമ്മുടെ ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. ഇനി ഒരു ക്വാളിറ്റി സർക്കിൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒരു സ്മോൾ ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ ലീഡേഴ്സ് എടുക്കുന്നു, നമ്മുടെ സൂപ്പർവൈസേഴ്സുമായിട്ട് പതിവായിട്ട് മീറ്റിങ്ങുകൾ വെക്കുന്നു. അതിലൂടെ അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങള്, ഇഷ്യൂസ് എന്ത് ചെയ്യുന്നു, അവിടെ പ്രസന്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൂടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്? QC or give the employee prospects for involvement. അല്ലെ, കുറച്ചും കൂടി ആ ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇവരുടെ ഒരു കുറച്ചും കൂടി ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്താൻ പറ്റുന്നില്ലേ? കാരണം ഇവർ അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, കാര്യങ്ങൾ അവരുടെ സൂപ്പർവൈസേഴ്സിനോട് പറയുന്നുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും അവിടെ വരുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ പങ്കാളിത്തം അവിടെ ഉറപ്പാക്കാൻ പറ്റുന്നുണ്ടോ? അതുപോലെ തന്നെ സോഷ്യൽ നീഡ് സാറ്റിസ്ഫാക്ഷൻ, അവരുടെ സാമൂഹ്യപരമായ ആവശ്യകതകളുടെ ഒരു സംതൃപ്തിയും അവിടെ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അവര് പറയുന്ന ആവശ്യകതകൾ നിറവേറ്റി നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സംതൃപ്തിയും അതിലൂടെ ലഭിക്കുന്നുണ്ട്. ദെൻ പാർട്ടിസിപ്പേഷൻ ഇൻ വർക്ക് ഇൻവോൾവ്മെന്റ്, അതുപോലെ തന്നെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ലൊരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ നല്ലൊരു മെച്ചപ്പെടുത്തൽ നടത്താനായിട്ടുള്ള ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ട്. ചലഞ്ച് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത്, അപ്പോ അവരുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നല്ല രീതിയിൽ നേരിടാനും അവരുടെ ആ ഒരു കരിയറുമായി ബന്ധപ്പെട്ടോ വ്യക്തിപരമായിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു വളർച്ചയ്ക്കുള്ള അവസരങ്ങളും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. സോ ദേ ആർ ഇൻ എസൻസ് vehicles for providing employees with opportunities to satisfy lower and upper level needs as stated by Maslow through the motivators described in Herzberg's theory. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന എസെൻഷ്യൽ വെഹിക്കിൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വാഹനമായിട്ട് പ്രവർത്തിക്കുന്നെന്ന് പറഞ്ഞേ, എംപ്ലോയീസിന് വിത്ത് ഓപ്പർച്യൂണിറ്റീസ് ടു സാറ്റിസ്ഫൈ അവരുടെ ലോവർ ആൻഡ് അപ്പർ ലെവൽ നീഡ്സ് ആർ സ്റ്റേറ്റഡ് ബൈ മാസ്ലോയിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ലോവർ ആൻഡ് അപ്പർ ലെവൽ നീഡ്സ് പഠിച്ചില്ലായിരുന്നോ? മാസ്ലോയിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ലോവർ ആയിട്ടുള്ള ഒരു ലോവർ ലെവൽ ഓഫ് നീഡ് എന്താണ് ശരിക്കും മാസ്ലോയിൽ പറയുന്നത്? ലോവർ ലെവൽ ഓഫ് നീഡ് ഫിസിയോളജിക്കൽ നീഡുകൾ അല്ലെ. ഏതൊക്കെ വരാം? അപ്പൊ അതില് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കാം നമുക്ക്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോ ഏതൊക്കെയാണ്? നമുക്ക് ഏറ്റവും വെരി ഗുഡ്, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ അല്ലെ, അതൊക്കെയാണ് അല്ലെ. സേഫ്റ്റി, സെക്യൂരിറ്റി, സേഫ്റ്റി, ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലോവർ ലെവൽ നീഡ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് മീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിറവേറ്റേണ്ടത് ഇതാണ് അല്ലെ. അതിനുശേഷം അടുത്ത സെക്ഷനുകൾ അപ്പർ ലെവൽ നീഡ്സ് എന്നാണ് പറയാ അല്ലെ. ലോവർ ലെവൽ നീഡ്സ് നമ്മൾ കഴിഞ്ഞു. അപ്പർ ലെവൽ നീഡ്സ് ഏതൊക്കെയാ? അതിനുശേഷം വരുന്ന നീഡ്സ് ഏതൊക്കെയാണ്? സേഫ്റ്റി വരുന്നുണ്ട്. അതിന് മുകളിലായിട്ടാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ് അല്ലെ. ലവ് ആൻഡ് ബിലോങ്ങിങ്സ്,
എസ്റ്റീം വരുന്നുണ്ട്. ദെൻ ഇതാണ് അടുത്തത് വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെ, സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പൊ ഇത്രയും നമ്മുടെ ആ ഒരു അപ്പർ നീഡ്സിലേക്ക് വരാം. അപ്പൊ ലോവർ ലെവലില് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ് ഫുഡ് വാട്ടർ ഷെൽട്ടർ മുതലായിട്ടുള്ളവ, അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി, സെക്യൂരിറ്റി അല്ലെ, സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, അതുപോലെ എസ്റ്റീം, അതുപോലെ സെൽഫ് ആക്ച്വലൈസേഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ നീഡ്സും മാസ്ലോയിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ഇത്തരത്തിലുള്ള ഓരോ നീഡ്സും നമുക്കിവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ സംതൃപ്തിപ്പെടുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു അവസരം ഇതിലൂടെ നൽകുന്നുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയറല്ലേ? Then through the motivators described in Herzberg theory. ഇനി ഹെർസ്ബർഗ് തിയറി എന്ന് പറഞ്ഞാൽ അതിനെ 2 factor തിയറി എന്ന് കൂടി പറയാറുണ്ട്. ഇതിന്റെ മറ്റൊരു പേരാണ് കേട്ടോ. ഇതിനെ 2 factor തിയറി അല്ലെങ്കിൽ മോട്ടിവേഷൻ ഹൈജീൻ തിയറി എന്നൊക്കെ പറയാറുണ്ട്. ഈ ഹെർസ്ബർഗ് തിയറിയിൽ പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ എംപ്ലോയീസിന്റെയും അവരുടെ ജോബുമായി ബന്ധപ്പെട്ട സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തിയാവാം അസംതൃപ്തിയാവാം, ഇതെല്ലാം ഇൻഫ്ലുവൻസ് 2 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 2 ഘടകങ്ങളാണ് ഇതിനെ സ്വാധീനിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ഹൈജീൻ ഫാക്ടേഴ്സ്, സെക്കൻഡ് വൺ ആണ് മോട്ടിവേറ്റേഴ്സ്. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് നമ്മുടെ സാലറി, അതുപോലെ വർക്ക് കണ്ടീഷൻസ്, അതുപോലെ ജോബുമായി ബന്ധപ്പെട്ട ജോബിന്റെ സെക്യൂരിറ്റി, ഇതൊക്കെയാണ് ഹൈജീൻ ഫാക്ടർ വരുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് കിട്ടിയാൽ പോലും ഇപ്പൊ നമുക്ക് നല്ലൊരു വർക്ക് കണ്ടീഷൻ കിട്ടി, ജോലിയുമായി ബന്ധപ്പെട്ട് നല്ലൊരു വർക്ക് കണ്ടീഷൻ കിട്ടി, നല്ലൊരു സാലറി നമുക്ക് തരുന്നുണ്ട്, നല്ലൊരു ജോബുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു സെക്യൂരിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത് നമ്മുടെ ഡിസാറ്റിസ്ഫാക്ഷനെ അല്ലെങ്കിൽ അസംതൃപ്തിയെ തടയാൻ പറ്റും അല്ലെ. അസംതൃപ്തി അപ്പൊ നമുക്ക് ഉണ്ടാവുന്നില്ല ഇല്ലേ? എന്തെങ്കിലും തൃപ്തിക്കുറവുണ്ടാവോ? നല്ല സാലറി കിട്ടിയാല്, അല്ലെങ്കിൽ നല്ല വർക്ക് കണ്ടീഷൻ തന്നാല്, അല്ലെങ്കിൽ ജോബുമായി ബന്ധപ്പെട്ട സെക്യൂരിറ്റി തന്നാല് അവിടെ സംതൃപ്തരാണ് അല്ലെ? നമ്മൾ സംതൃപ്തരല്ലേ? അല്ലേ? നിങ്ങൾ സംതൃപ്തരായിരിക്കില്ലേ? ആയിരിക്കോ? അതെ. അപ്പൊ അവിടെ ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അസംതൃപ്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിലൂടെ ചിലപ്പോ പല ആളുകളും മോട്ടിവേറ്റഡ് ആവണമെന്നില്ല അല്ലെ? പല ആളുകളും മോട്ടിവേറ്റഡ് ആവണമെന്നില്ല. നമുക്ക് കൂടുതൽ അടുത്ത ഫാക്ടർ, അതാണ് ഹൈജീൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ അതിന് മോട്ടിവേറ്റേഴ്സ് വേണം, ശരിയല്ലേ? ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള മോട്ടിവേറ്റേഴ്സ്? ഇപ്പൊ അച്ചീവ്മെന്റുകൾ, എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുക അല്ലെ, അച്ചീവ്മെന്റുകൾ ചെയ്യുക, നല്ല രീതിയിലുള്ള റെക്കഗ്നിഷൻ, നല്ല രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുക, അതുപോലെ അവർക്ക് റിവാർഡുകൾ പോലെയുള്ള കാര്യങ്ങൾ കിട്ടുക, അവർക്ക് വളർച്ചയ്ക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെ, ഗ്രോത്തുമായി ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക. ഇതിലൂടെയൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് ആവുന്നതും പ്രൊഡക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്നതും നല്ല മോട്ടിവേഷൻസ് വഴി അല്ലെങ്കിൽ നല്ല സംതൃപ്തിയോട് കൂടി പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ ഏതൊരു ജോലിയുമായി ബന്ധപ്പെട്ടും അതിന്റെ ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനുമായി ബന്ധപ്പെട്ട് അതിനെ സ്വാധീനിക്കുന്ന 2 ഫാക്ടേഴ്സ് ആണ്. അതാണ് 2 factor തിയറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഹെർസ്ബർഗ് തിയറി എന്താണെന്നൊന്നും പഠിക്കാറില്ല, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഹെർസ്ബർഗ് തിയറി എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് 2 factor തിയറി എന്നത് കൂടി അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ മോട്ടിവേഷൻ ഹൈജീൻ തിയറി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇതിൽ പറയുന്നത് നമ്മുടെ ജോബുമായി ബന്ധപ്പെട്ട സാറ്റിസ്ഫാക്ഷനും ഡിസാറ്റിസ്ഫാക്ഷനും, സംതൃപ്തിയും അസംതൃപ്തിയും പ്രധാനമായിട്ടും 2 ഘടകങ്ങളാണ് അതിനെ സ്വാധീനിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഹൈജീൻ ഫാക്ടർ. ഹൈജീൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറി, വർക്ക് കണ്ടീഷൻസ്, അതുപോലെ ജോബ് സെക്യൂരിറ്റി, ഇതെല്ലാം നമ്മുടെ ഡിസാറ്റിസ്ഫാക്ഷനെ അല്ലെങ്കിൽ അസംതൃപ്തിയെ തടയുന്നുണ്ട്. പക്ഷേ ബട്ട് ഡോണ്ട് മോട്ടിവേറ്റ്, ചിലപ്പോൾ നമ്മുടെ പലരെയും അത് മോട്ടിവേറ്റ് ചെയ്യണമെന്നില്ല, പ്രചോദനം നൽകണമെന്നില്ല. എന്നാൽ അടുത്ത ഫാക്ടർ ആണ് മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്ന ഫാക്ടർ. അതായത് അച്ചീവ്മെന്റ് അതിൽ വരുന്നുണ്ട്, റെക്കഗ്നിഷൻ വരുന്നുണ്ട്, ഗ്രോത്തുമായി ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഇതിലൂടെയെല്ലാം നമ്മുടെ ജോബുമായി ബന്ധപ്പെട്ട സംതൃപ്തി നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അതുപോലെ തന്നെ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാനും എംപ്ലോയീസിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? മനസ്സിലായോ? അതാണ് ഹെർസ്ബർഗ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഘടകങ്ങളായിക്കോട്ടെ, ഇത്തരത്തിൽ അവരെ സാറ്റിസ്ഫാക്ഷനിൽ നിന്ന് സാറ്റിസ്ഫൈ ചെയ്യാനും ഒക്കെ ഈ ഒരു ക്വാളിറ്റി സർക്കിൾ വഴി സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവസരങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാ? ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത് സ്മോൾ ഗ്രൂപ്പുകളായിട്ട് വർക്കേഴ്സ് തിരിയാണ്
അല്ലെ? ഒരു സ്മോൾ ഗ്രൂപ്പുകളായിട്ട് അവർ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു? സ്മോൾ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിനെയാണ് നമ്മൾ ക്വാളിറ്റി സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ ഒരു ഗ്രൂപ്പിലുള്ള ഒരു 5-10 പേരുള്ളൂ എങ്കിൽ ആ 5 പേരുടെ അല്ലെങ്കിൽ ആ ഒരു 10 പേരുടെ എല്ലാ തരത്തിലുമുള്ള വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും അവർക്ക് അവിടെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട്. അവസരമില്ലേ? കാരണം അവർ പതിവായിട്ട് അവരുടെ സൂപ്പർവൈസേഴ്സിനോട് മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ മീറ്റിംഗ് നടത്തുമ്പോൾ ആ സൂപ്പർവൈസേഴ്സിനോട് അവരുടെ ലീഡറായിട്ട് ആ സർക്കിളിലോ ഒരു ഗ്രൂപ്പില് ഒരു ലീഡർ ഉണ്ടാവും. അദ്ദേഹം ആയിരിക്കും അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാവർക്കും അവിടെ തുറന്നു പറയാനും അവരുമായി ബന്ധപ്പെട്ട വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിലൂടെ അവർ എന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫൈഡ് ആവുന്നു, അല്ലെ? അവരുടെ പല നീഡ്സും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നേടിയെടുക്കാൻ അല്ലെങ്കിൽ എന്താണ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ QC എന്ന് പറയുന്നത് എംപ്ലോയീസിനെ എന്തിനുള്ള ഒരു പങ്കാളിത്തം എംപ്ലോയീസിന് ഉറപ്പുവരുത്തുന്നുണ്ട്. അവരുടെ സാമൂഹ്യപരമായ ആവശ്യകതകൾ സംതൃപ്തിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ വർക്ക് റിലേറ്റഡ് ആയിട്ട് അവർക്കറിയാം അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് അവർക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് ഇംപ്രൂവ്മെന്റ് നടത്താനുള്ള ഒരു പങ്കാളിത്തം ഇതിന് വഹിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് നല്ല രീതിയിൽ വളർച്ചയ്ക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഒരു ചലഞ്ചും ഒക്കെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഇതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിലൂടെ അവരുടെ ലോവർ ലെവലിലുള്ളതായിക്കോട്ടെ അപ്പർ ലെവലിലുള്ള നീഡ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഹെർസൺബർഗ് തിയറിയിൽ പറയുന്ന മോട്ടിവേറ്റേഴ്സ് മുഖേനയും അവർക്ക് നല്ലൊരു അവസരവും ഓപ്പർച്യൂണിറ്റിയും നല്ല പ്രൊഡക്റ്റീവായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും അവർക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കി ക്വാളിറ്റി സർക്കിൾസ്. കംപ്ലീറ്റ് ആയോ? വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് വൺ ആണ് ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾ. ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓൾസോ ഫ്രീക്വന്റ്ലി യൂസ് the modified work week as the way to increase employee motivation. സാധാരണ നമ്മുടെ വർക്ക് വീക്കുകളുണ്ട് ഇല്ലേ? മിക്ക സ്ഥാപനങ്ങളിലും 6 ദിവസമോ 5 ദിവസമോ ഒക്കെ ആയിരിക്കും ഡ്യൂട്ടി ഒരു വീക്കില്, അല്ലെ? ഇപ്പൊ IT മേഖലയൊക്കെ ആണെങ്കിൽ നമ്മൾ 5 ദിവസമാണ് അവർക്ക് ഡ്യൂട്ടി, അല്ലേ? ആണോ? അതിൽ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ ഓഫ് കിട്ടാറില്ലേ? സാറ്റർഡേ സൺഡേ സാധാരണ ഓഫാണ്. ഇപ്പൊ മിക്ക സ്ഥാപനങ്ങളിലും അങ്ങനെയുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ എംപ്ലോയീസിന്റെ ഒരു മോട്ടിവേഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് വീക്ക് ഉണ്ടല്ലോ, ആഴ്ചയിൽ എത്ര ദിവസം വർക്ക് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട പതിവായിട്ടുള്ള മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ പതിവായിട്ടുള്ള ആ ഒരു മാറ്റങ്ങൾ വരുത്തുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അവർക്ക് കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയിട്ട് നന്നായിട്ട് അവരെ മോട്ടിവേഷൻ ചെയ്യാനും അതിലൂടെ നന്നായിട്ട് അവർ പെർഫോം ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതായത് എ മോഡിഫൈഡ് വർക്ക് വീക്ക് ക്യാൻ ബി എനി വർക്ക് ഷെഡ്യൂൾ ദാറ്റ് ഡസ് നോട്ട് കൺഫോം ടു എ ട്രഡീഷണൽ 8 hour a day or 5 days a week ഫോർമാറ്റ്. നമ്മൾ സാധാരണ നമ്മൾ പതിവായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ മുൻപ് തുടങ്ങിയേ ഫോളോ ചെയ്യുന്നതാണ് ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യണം എന്നുള്ളത്, അല്ലെ? അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 5 ദിവസം മിനിമം എങ്കിലും ജോലി ചെയ്യണം എന്നുള്ളത് നമ്മൾ മുൻപ് തുടങ്ങി ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ഒരു വർക്ക് ഷെഡ്യൂൾ ആണ്. ശരിയല്ലേ?
ഏതൊരു ജോലി 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കുറവാണ് കേട്ടോ. 8-ൽ കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോ അത് നമ്മൾ പണ്ട് മുതലേ ഫോളോ ചെയ്ത ഒരു ട്രഡീഷണൽ അവേഴ്സ് ആണ്, അല്ലെങ്കിൽ വർക്ക് ഷെഡ്യൂൾ ആണ് അല്ലെ. അപ്പൊ അതിൽ മോഡിഫിക്കേഷൻ വരുത്തുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് the modified work week helps individual satisfy higher level needs by providing more personal control over one's week schedule. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഒരു 5 ദിവസം 8 മണിക്കൂർ പണിയെടുക്കുന്നു. അപ്പൊ ടോട്ടൽ എത്ര മണിക്കൂറായി? 5 ദിവസം കൂടിയാണ്. 5 ദിവസം നമ്മൾ 8 മണിക്കൂർ വീതം ജോലി ചെയ്യുന്നു. ടോട്ടൽ എത്ര മണിക്കൂറായി? 40 മണിക്കൂർ ജോലി ചെയ്തു അല്ലെ. അത് 5 ദിവസം കൊണ്ടല്ലേ നമ്മൾ ചെയ്തു തീർത്തത് അല്ലെ. 5 ദിവസം കൊണ്ടാണ് ആ 40 മണിക്കൂറിന്റെ ജോലി ചെയ്തു തീർത്തത്. ഇവിടെ അതിന് പകരം അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഒരു ദിവസം അവര് 10 മണിക്കൂർ ജോലി ചെയ്യും. 8 എന്നുള്ളത് മാറ്റി ഒരു ദിവസം 10 മണിക്കൂർ ജോലി ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം 10 മണിക്കൂർ ജോലി 2 മണിക്കൂർ കൊണ്ട് കൂടുതൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവർ എത്ര ദിവസം കൊണ്ട് 40 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്താൽ മതി? എത്ര ദിവസം മതിയാവും അവർക്ക് ജോലി ചെയ്യാനായിട്ട്? അല്ലെങ്കിൽ ഒരു 40 മണി, 5 ദിവസം കൊണ്ട് നമ്മൾ 40 മണിക്കൂർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 4 ദിവസം മതി അല്ലേ. അപ്പൊ അവിടെ ചെയ്യുന്ന ജോലിയുടെ മണിക്കൂറിൽ വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അവർക്ക് ഒരു ദിവസം കൂടി എക്സ്ട്രാ ലീവ് കിട്ടുകയല്ലേ ചെയ്യുന്നേ അല്ലേ. അപ്പൊ 5 ദിവസം വർക്ക് ചെയ്ത ആൾക്ക് 2 ദിവസം ഓഫ് ആയിരിക്കും. അപ്പൊ ഇവിടെ 4 ദിവസം അവർ വർക്ക് ചെയ്താൽ മതി. ആഴ്ചയില് 10 മണിക്കൂർ വീതം വർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഒരു ദിവസം 2 മണിക്കൂർ കൂടി കൂടുതൽ വർക്ക് ചെയ്യണം. അങ്ങനെ വരുമ്പോ അവർക്ക് 5 ദിവസത്തിന് പകരം 4 ദിവസം വർക്ക് ചെയ്താൽ മതി. അപ്പൊ ഒരു ദിവസം കൂടി എക്സ്ട്രാ അവർക്ക് ലീവ് കിട്ടുന്നു. അപ്പൊ അവര് ചെയ്യുന്ന ജോലിയുടെ ആ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആ മണിക്കൂർ ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൃത്യമാണ് അല്ലെ. 5 ദിവസമാണെങ്കിലും 4 ദിവസമാണെങ്കിലും ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ കറക്റ്റ് ആണ്. അപ്പൊ അവിടെ വേറെ വ്യത്യാസങ്ങളുണ്ടോ? ഇല്ല. അത് എംപ്ലോയീസിന് കുറച്ചും കൂടി പ്രയോജനകരമായിട്ടുള്ള കാര്യമല്ലേ? ആണോ? 5 ദിവസം ചെയ്യുന്നത് 5 ദിവസം പോയി ചെയ്യുന്നതാണോ? അത് 4 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുന്നതാണോ നമുക്ക് എളുപ്പം? ഏതാ നിങ്ങൾക്ക് എളുപ്പം? 4 ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരു ദിവസം കൂടി ഫ്രീ ആയിട്ട് ഇരിക്കാം അല്ലെ. ബാക്കി ദിവസങ്ങൾ നമുക്ക് എന്തായിരിക്കും? ലീവ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ചെയ്ത് അപ്പൊ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏട്ടാ അവിടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ട് 8 മണിക്കൂർ തന്നെ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ജോലി ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂളുകളൊക്കെ മാറ്റി അവർക്ക് കുറച്ചുകൂടി മോഡിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ഇവിടെ ആകുമ്പോൾ അവർ ഒരു ദിവസം 2 മണിക്കൂർ കൂടി എക്സ്ട്രാ വർക്ക് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് ബർഡൻ അവർക്ക് കൊടുക്കുന്നുമില്ല. അതുപോലെ തന്നെ ഒരു ദിവസം നേരത്തെ അവർക്ക് എന്ത് ചെയ്യാം? ലീവ് കിട്ടും, കൂടുതൽ എക്സ്ട്രാ ലീവ് കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ അതല്ലേ കുറച്ചും കൂടി നല്ലത്. അപ്പൊ അതുപോലെയുള്ള മോഡിഫൈഡ് ആയിട്ടുള്ള വർക്ക് ഷെഡ്യൂളുകള് നിർമ്മിച്ചു നൽകുന്നതിലൂടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനും അതിലൂടെ അവരുടെ ലെവൽസ്, അവരുടെ ആ ഒരു ലോവർ ലെവൽ ആയിക്കോട്ടെ ഹയർ ലെവൽ ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനും അവരെ കുറച്ചും കൂടി മോട്ടിവേറ്റഡ് ആയിട്ട് പ്രവർത്തിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതാണ് ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഐഡിയ കിട്ടിയല്ലോ അല്ലെ. Then the modified work week helps individual satisfy higher level needs by providing more personal control over one's work schedule. ഇവിടെ ഇങ്ങനെ നമുക്ക് മോഡിഫൈഡ് ആയിട്ട് അവരുടെ വർക്ക് വീക്ക് മോഡിഫൈ ചെയ്യുന്നതിലൂടെ ഇൻഡിവിജ്വൽസിന് അവരുടെ ഹയർ ലെവൽ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു കുറച്ചും കൂടി നമുക്ക് ആ ഒരു വർക്ക് ഷെഡ്യൂളില് കുറച്ചും കൂടി അവരുടെ ആ ഒരു വർക്ക് ഷെഡ്യൂൾ പേഴ്സണലൈസ് ഉള്ള ഒരു കൺട്രോൾ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റും. ഇറ്റ്സ് ഓൾസോ പ്രൊവൈഡ് ആൻ ഒക്കേഷൻ ടു ഫുൾഫിൽ സെവറൽ നീഡ്സ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് പല നീഡ്സും നമുക്ക് ഒരുമിച്ച് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന, എംപ്ലോയീസിനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പതിവായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വർക്ക് ഷെഡ്യൂളുകളിൽ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അതിലൂടെ മാറ്റം വരുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയീസിനെ അതിലൂടെ മോട്ടിവേറ്റ് ചെയ്യിക്കുക, അവരതിലൂടെ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രചോദനം നൽകുകയാണ്. അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള മോഡിഫൈഡ് ആയിട്ടുള്ള വർക്ക് വീക്ക് എന്ന് പറയുമ്പോൾ ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്തിരുന്ന 8 hour അല്ലെങ്കിൽ 5 days വീക്ക് എന്നുള്ള ഫോർമാറ്റ് മാറ്റി
കുറച്ചും കൂടി പുതുക്കിയ രീതിയിൽ എംപ്ലോയീസിനും കൂടി പ്രയോജനകരമാവുന്ന, അവർക്ക് കൂടി താല്പര്യം ഉണ്ടാകുന്ന രീതിയിലുള്ള, ഒരുപാട് ബേർഡൻ കൊടുക്കാത്ത രീതിയിലുള്ള വർക്ക് ഷെഡ്യൂളുകൾ ക്രിയേറ്റ് ചെയ്യുകയും അത് അവർക്ക് നൽകുകയും അതിലൊരു കൃത്യമായ നിയന്ത്രണങ്ങൾ വെക്കുകയും അതിലൂടെ അവർക്ക് അവരുടെ എല്ലാ നീഡ്സും നമുക്ക് പല നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഓൾട്ടർനേറ്റീവ് വർക്ക് ഷെഡ്യൂൾ. വായിച്ചു കഴിയുന്നവർ റിപ്ലൈ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ ആണ് ജോബ് റീഡിസൈൻ. ജോബ് റീഡിസൈനിൽ പറയുന്നത് job redesign or changing the nature of people's job also being used more as a motivational technique. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ജോബ് റീഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ നേച്ചർ, അവർ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവത്തിലെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുന്നത് ഓൾസോ ബീങ് യൂസ്ഡ് മോർ ആസ് എ മോട്ടിവേഷണൽ ടെക്നിക്, ഒരു മോട്ടിവേഷന്റെ ഒരു ടെക്നിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. The idea here is that managers can use any of the alternatives, job rotation, job enlargement, job enrichment as part of a motivational program. Expectancy theory helps explain the role of work design in inspiration. ഇവിടെ ജോബ് റീഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് റീഡിസൈൻ ചെയ്യുന്നു, അത് പുനർരൂപകൽപ്പന ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജോലിയുടെ നേച്ചർ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അതിലൂടെ നമുക്ക് ആ ഒരു എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ പലതരത്തിലുള്ള ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ്, അതിൽ മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. ജോബ് റൊട്ടേഷൻ പഠിച്ചിട്ടില്ലേ? ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, ഡിപ്ലോമയിലും പഠിച്ചിട്ടുണ്ട്, HR-മായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? ജോബ് റൊട്ടേഷൻ പഠിച്ചിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? എന്താണ് അപ്പൊ ഒരു ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാല്? എന്താ ജോബ് റൊട്ടേഷൻ? നിങ്ങൾക്ക് മനസ്സിലായത് അല്ലെങ്കിൽ അറിയാവുന്നതെന്ന് പറഞ്ഞേ. എന്താണ് ഒരു ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാല്? ഒന്നുമില്ല. എന്തായിരിക്കാം? ജോബ് റൊട്ടേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ കുറെ കാര്യങ്ങളാ. ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് അവരെ എന്ത് ചെയ്യാം? മാറ്റിക്കൊണ്ടിരിക്കുക. മാറ്റിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ? ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെ? അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ. ഇപ്പൊ നമ്മൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്, നിങ്ങൾ ബാങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പോകുമ്പോൾ ക്യാഷിലിരിക്കുന്ന ആളായിരിക്കില്ല നാളെ ചെല്ലുമ്പോൾ, അല്ലെ? അവരിങ്ങനെ ഡ്യൂട്ടി ഇട്ടിട്ടുണ്ടാവും. ഓരോ ഡ്യൂട്ടി ഓരോരോ ഷിഫ്റ്റ് ആയിട്ട് അവർ ഓരോ ദിവസവും അല്ലെങ്കിൽ അതിന് ഓരോ ആഴ്ചയിലോ ഒക്കെ അവർ എന്ത് ചെയ്യാറുണ്ട്? ഡ്യൂട്ടി ചേഞ്ച് ചെയ്യാറുണ്ട്. കണ്ടിട്ടുണ്ടോ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ചിലപ്പോ ഇപ്പൊ ചെല്ലുന്ന ആളായിരിക്കില്ല അടുത്ത ദിവസം നമ്മൾ ചെല്ലുന്ന സമയത്ത് ആ ഒരു ഡ്യൂട്ടിയിൽ ഉണ്ടാവുന്നത്. അവരെന്ത് ചെയ്യും? ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവരുടെ ഡ്യൂട്ടി എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ ഒരു എക്സാമ്പിൾ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ വെക്കുക കേട്ടോ. അപ്പൊ അതാണ് എളുപ്പം നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാനൊക്കെ. അപ്പൊ അങ്ങനെ അവരുടെ ഡ്യൂട്ടി എന്ത് ചെയ്യുന്നു? പുതിയ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഡ്യൂട്ടിയിലേക്ക് അവരെന്ത് ചെയ്യുന്നു? വ്യത്യസ്ത റോളുകളിലേക്കോ വ്യത്യസ്ത തരത്തിലുള്ള വകുപ്പുകളിലേക്കോ ഒക്കെ അവരെന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് മാറ്റും. അപ്പൊ അങ്ങനെ ഓരോരോ ജോലിയും അവർ ചെയ്യുമ്പോൾ ഇപ്പൊ ക്യാഷ്യറിലിരിക്കുന്നതാണ്, അടുത്ത ആള് ചിലപ്പോ ലോൺ സെക്ഷനിലായിരിക്കാം. അപ്പൊ അങ്ങനെ ഓരോരോ സെക്ഷനുകളിലായിട്ട് മാറി മാറി ഇരിക്കുന്ന സമയത്ത് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? എന്താണ് അതിന്റെ ഒരു ബെനിഫിറ്റ്? ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. വെറുതെ മാറ്റുന്നതാണോ? വെറുതെ മാറ്റുന്നതാണോ? ആണോ? അല്ല, അല്ലെ? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ ജോബ് റൊട്ടേഷന്റെ? അപ്പോ
അവരുടെ ബോറടികൾ മാറ്റാൻ പറ്റും, ശരിയാണ്. പിന്നെ ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു അറിവ് നേടാൻ പറ്റും, അല്ലെ? അറിവും കഴിവും നേടാൻ പറ്റും. അതെ, ഒരു അവയർനെസ് കിട്ടാം. അപ്പൊ നമുക്ക് പറയാം, നമ്മൾ ചെയ്യുന്ന ജോലി മാത്രമാണ് അതാണ്, അതിനെ മാത്രമായിട്ടുള്ള ഒരു ബേസിക് നോളജ് മാത്രം പോരല്ലോ, അല്ലെ? മറ്റു ജോലികളും എന്തൊക്കെയാണ്, മറ്റു ജോലികളുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി എന്തൊക്കെയാണ്, അതിന്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് ഓരോ ജോലിയുമായി ബന്ധപ്പെട്ടതും മനസ്സിലാക്കാനും വിലയിരുത്താനും സാധിക്കുന്നുണ്ട്, ഇല്ലേ? അതുപോലെ ഒരൊറ്റ മേഖലയിൽ മാത്രം കഴിവ് വരാതെ പല മേഖലയും കൈകാര്യം ചെയ്യാനുള്ള സ്കില്ലും നമുക്ക് ഇതിലൂടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ ഇതിലൂടെയൊക്കെ ആ ഒരു ബോറടി മാറ്റാം, അവരുടെ ആ ഒരു ഇൻട്രസ്റ്റ് നമുക്ക് കൂട്ടാം, അല്ലെ? പുതിയ ജോലികൾ പഠിക്കാനും പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിയാനും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു താല്പര്യക്കുറവൊക്കെ മാറ്റി കുറച്ചും കൂടി ഇൻട്രസ്റ്റോടുകൂടി, കുറച്ചും കൂടി വളരെ കാര്യക്ഷമതയോടുകൂടി ജോലികൾ ചെയ്യാനായിട്ട് ഇതൊക്കെ ആളുകളെ എന്ത് ചെയ്യാറുണ്ട്? മോട്ടിവേഷൻ നൽകുന്നുണ്ട്. അടുത്തതാണ് ജോബ് എൻലാർജ്മെന്റ്. എന്താണ് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുമ്പോ? ജോബ് എൻലാർജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജോബ് എക്സ്പാൻഷൻ ആണ്, അല്ലെ? ജോബ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയും. അതായത് നിലവിൽ അവർ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള വർക്കുകൾ കൊടുക്കുകയാണ്. അതല്ലേ ജോബ് എൻലാർജ്മെന്റ്? വെർട്ടിക്കൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ ആണ്, അല്ലെ? അവരെ വേറെ പൊസിഷനിലേക്ക് കാര്യങ്ങളിലേക്ക് വിടുന്നില്ല, മറിച്ച് അതേ ചെയ്യുന്ന ജോലിയിൽ നിന്നും കുറച്ചും കൂടി അതേ ജോലിക്ക് സമാനമായിട്ടുള്ള കുറച്ചും കൂടി സ്കില്ലും കാര്യങ്ങളും നോളജും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ജോലികൾ എന്ത് ചെയ്യുന്നതാണ്? അവരുടെ നിലവിലുള്ള ജോലികൾ അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ജോലികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. അതല്ലേ വെർട്ടിക്കൽ എക്സ്പാൻഷൻ? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധാ ജോലിയിൽ നിന്നും അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ആഡ് ചെയ്ത് കൊടുത്ത് അവർക്ക് ചെയ്യിക്കുന്നു. അതാണ് ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് കുറച്ചും കൂടി എന്താവും, ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്തത് കൊണ്ടാണല്ലോ എനിക്കത് ബാക്കിയുള്ള ഭാഗങ്ങൾ കൂടി, അല്ലെ, കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലേക്ക് തരുന്നത്. അപ്പൊ അത് ഞാൻ പെർഫെക്റ്റ് ചെയ്തു, അപ്പൊ ഇതും ഞാൻ എന്ത് ചെയ്യണം? പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തീർക്കണം എന്ന രീതിയിൽ നല്ല രീതിയിൽ അവർ മോട്ടിവേറ്റഡ് ആക്കാനും അതിനനുസരിച്ച് അവർ ആ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ട് ആ ഒരു വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോ അപ്പൊ എന്തായിരിക്കും? ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോ റെസ്പോൺസിബിലിറ്റീസ് കൂട്ടിക്കൊടുക്കുക, അല്ലെ? അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ ചുമതലകളായിക്കോട്ടെ, ഉത്തരവാദിത്തങ്ങളായിക്കോട്ടെ, ഇതൊക്കെ കൂടുതൽ കുറച്ചുകൂടി വെല്ലുവിളി തരുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ ടാസ്കുകള് മുതലായവയൊക്കെ. അപ്പൊ അവർക്ക് വളരെ എന്താണ് മീനിങ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും ചുമതലകളും ഒക്കെ കൊടുക്കുമ്പോൾ അവര് ജോലികൾ എന്ത് ചെയ്യുന്നു? കുറച്ചും കൂടി നല്ലത് പ്രൊമോഷൻസ് കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കൂടുതലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അവർക്ക് കൊടുക്കാണ്. അപ്പൊ മറ്റൊന്നെന്ന് പറയാൻ ഒരു വെർട്ടിക്കൽ എക്സ്പാൻഷൻ ആയിരുന്നു. അവർക്ക് ജോലികൾ കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് വേറെ വലിയ പൊസിഷനിലേക്ക് റെസ്പോൺസിബിലിറ്റി ഒന്നും അവരുടെ മാറുന്നില്ല. ഇവിടെ അവരുടെ റെസ്പോൺസിബിലിറ്റി കുറച്ചുകൂടി ഉയർന്ന രീതിയിലേക്ക് ആവുന്നു, അവരുടെ ചുമതലകൾ കുറച്ചും കൂടി വർദ്ധിക്കുന്നു. അപ്പൊ അതിലൂടെയൊക്കെ നമുക്ക് ജീവനക്കാരെ നല്ല രീതിയിൽ സംതൃപ്തരാക്കാനോ നല്ല രീതിയിൽ മോട്ടിവേറ്റഡ് ആക്കാനോ പ്രവർത്തിപ്പിക്കാനോ സാധിക്കുന്നുണ്ട്. ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ജോബ് എൻറിച്ച്മെന്റ്, ഇതെല്ലാം ഈ ഒരു ജോബ് റീഡിസൈനുമായി ബന്ധപ്പെട്ട മോട്ടിവേഷൻ പ്രോഗ്രാമുകളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇതിലൂടെയൊക്കെ നമുക്ക് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനും നല്ല എഫക്റ്റീവ് ആയിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കാനും സാധിക്കുന്നുണ്ട്. അടുത്തതാണ് എക്സ്പെക്ടൻസി തിയറി helps explain the role of work design in inspiration. അപ്പൊ ഈ ഒരു വർക്ക് ഡിസൈനുമായി ബന്ധപ്പെട്ട് ഈ ഒരു തിയറി വളരെയധികം സഹായിക്കുന്നുണ്ട്. എക്സ്പെക്ടൻസി തിയറി, ഈ തിയറി എന്ന് പറഞ്ഞാല് ഇതിലെ ഇൻഡിവിജ്വൽസ് മോട്ടിവേറ്റഡ് ആവുന്നത് ബേസ്ഡ് ഓൺ ദർ ബിലീഫ്, അവരുടെ വിശ്വാസങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അവര് മോട്ടിവേറ്റഡ് ആവുന്നത്. അപ്പൊ അവര് വിശ്വസിക്കാൻ, അതായത് അവര് എന്താണോ അവര് ബിലീവ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുക. ഇതിന്റെ എഫേർട്ട് എന്ന് പറയുന്നത് ആ ഒരു ബിലീഫിന് അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചായിരിക്കും. അതായത് ഇപ്പൊ അവര് ബിലീവ് ചെയ്യാണ്, അവര് നല്ല രീതിയിൽ എനിക്ക് ചെയ്യാം. ഇപ്പൊ ഒരു എംപ്ലോയി അവര് നല്ല രീതിയിൽ, ഇപ്പൊ ഒരു എംപ്ലോയി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കുട്ടി ആയിക്കോട്ടെ, അവര് വിചാരിക്കുകയാണ്, ആ കുട്ടി വിചാരിക്കാം ഞാൻ കൂടുതൽ അവേഴ്സ് പഠിച്ചാൽ എനിക്ക് കൂടുതൽ എക്സാമിന് കൂടുതൽ മാർക്ക് കിട്ടും
എന്ന് അവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ അത് നേടിയെടുക്കാൻ പറ്റില്ലേ? അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കില്ലേ? പ്രവർത്തിക്കൂ? പ്രവർത്തിക്കില്ലേ? അതായത് അവൻ ബിലീവ് ചെയ്യാണ് എന്താണ്, ഞാൻ കുറെ അധികം മണിക്കൂറുകൾ പഠിച്ചാൽ എന്താണ് എനിക്ക് നല്ലൊരു ഹയർ ആയിട്ടുള്ള മാർക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും എന്നത് അവന്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിനനുസരിച്ച് അവൻ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അവന് നല്ല മാർക്ക് സ്കോർ ചെയ്ത് കിട്ടും ഇല്ലേ? അത് അച്ചീവ് ചെയ്യാൻ പറ്റും ആ ഒരു ഗോള്, പറ്റില്ലേ? അങ്ങനെ നമ്മുടെ ബിലീഫാണ് ഇവിടെ പറയുന്ന കാര്യം കേട്ടോ. അപ്പൊ ബിലീഫ്, അതായത് നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ എഫേർട്ട് എടുത്താൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. അതാണ് എക്സ്പെക്ടൻസി തിയറിയോട് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പൊ എംപ്ലോയി ബിലീവിംഗ് ആണ്, അതായത് ഹൈ സെയിൽ പെർഫോമൻസ് കാഴ്ചവെക്കണം എന്ന് അവർ അത് ഹൈ സെയിൽ പെർഫോമൻസ് നേടിയെടുക്കണം അല്ലെങ്കിൽ അത് കാഴ്ചവെക്കണം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് അതിലൂടെ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? റിവാർഡ് അല്ലെങ്കിൽ കമ്മീഷൻസ് കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ അത് അവർ വിശ്വസിക്കുകയാണ്, അവർ ഇങ്ങനെ ചെയ്താൽ അവർക്ക് അത് ലഭ്യമാകും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എഫേർട്ടുകൾ അവർക്ക് കൊടുക്കാനും അതിലൂടെ അവർക്ക് ആ ഒരു അച്ചീവ് ചെയ്ത് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പൊ എക്സ്പെക്ടൻസി തിയറി ഇവിടെ സഹായിക്കുന്ന എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് വർക്ക് ഡിസൈനിങ് ഇൻസ്പിറേഷൻ. അപ്പൊ വർക്കുമായി ബന്ധപ്പെട്ട ഓരോരോ ജോലികൾ അവർക്ക് നൽകുമ്പോൾ ഈ തിയറിയുടെ ബേസിസിൽ നൽകുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബിലീഫ്സുമായി ബന്ധപ്പെട്ട രീതിയിൽ നൽകുകയാണെങ്കിൽ കുറച്ചുകൂടി അവർ പ്രൊഡക്റ്റീവ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും പെർഫോം ചെയ്യാനും ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനും അവര് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ വേഗം ആ ഒരു ജോബ് റീഡിസൈൻ വേഗം ഒന്ന് വായിച്ചു നോക്കി. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഫിസിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ ക്വാളിറ്റീസ്. നമ്മുടെ ശാരീരികപരമായിട്ടും അതുപോലെ ബുദ്ധിപരമായിട്ടും ഒക്കെ ഉള്ള ക്വാളിറ്റീസ്. Physical differences among individuals are the most visible of all differences. They are also relatively easy to assess. നമുക്കറിയാം നമ്മുടെ ശാരീരികപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് അല്ലെ? നമ്മുടെ ശാരീരികപരമായിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽസിനിടയിലുമുള്ള ഫിസിക്കൽ ഡിഫറൻസുകൾ എന്ന് പറഞ്ഞത് കുറച്ചുകൂടി വിസിബിൾ ആണ് അല്ലെ? എല്ലാ ഡിഫറൻസുകളും അതിൽ ഓൾമോസ്റ്റ് മിക്ക ഡിഫറൻസുകളും നമുക്ക് എളുപ്പത്തിൽ വിലയിരുത്താനും മനസ്സിലാക്കാനും പറ്റില്ലേ? ഇപ്പൊ രണ്ട് വ്യക്തികളെ കൂടെ നിർത്തിയാൽ അവരുടെ ശാരീരികപരമായിട്ടുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? പറ്റുമോ? റിലേറ്റീവ്ലി ഈസി ടു അസസ് ആണ് അല്ലെ? നമുക്ക് അധികം ബുദ്ധിമുട്ടുകൾ വരാറില്ല അല്ലെ? ഓൾമോസ്റ്റ് മിക്ക അവരുടെ ഡിഫറൻസുകളും കാര്യങ്ങളും എന്താന്ന് നമുക്ക് നോക്കി പറയാൻ പറ്റും. അതേസമയം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇന്റലക്ച്വൽ ഡിഫറൻസുകളോ പെട്ടെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് അവരുടെ ബുദ്ധിപരമായിട്ടുള്ള വ്യത്യാസങ്ങള് പറയാൻ പറ്റുമോ? പെട്ടെന്ന് നമുക്കൊന്ന് നോക്കി പറയാം. ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് പറയുന്നത് പോലെ പറയാൻ പറ്റില്ല അല്ലെ? നമുക്ക് ഇന്റലക്ച്വൽ ഡിഫറൻസസ് ആർ സംവാട്ട് മോർ ഡിഫിക്കൽട്ട് ടു ഡിസ്കേൺ അല്ലെ? നമുക്കത് വേർതിരിക്കുക അല്ലെങ്കിൽ അത് എന്തൊക്കെയാണെന്ന് കണ്ടെത്തി പറയുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ബട്ട് they too can be assessed by fairly objective means. പല ലക്ഷ്യങ്ങളിൽ പലതരത്തിലുള്ള വഴികളിലൂടെ നമുക്ക് ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡിഫറൻസ് കുറച്ച് ബുദ്ധിമുട്ടാണ് പറയാനായിട്ട്. അതേസമയം ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസുകൾ നമുക്ക് വളരെ ഈസി ടു അസസുമാണ്. Then
The abilities, skill and competency of employees are both physical and intellectual quality. അപ്പോ രണ്ടും കൂടെ അതായത് ഫിസിക്കൽ പരമായിട്ടും ഇന്റലക്ച്വൽ ക്വാളിറ്റിയിലും രണ്ടിലും ഉൾപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് എബിലിറ്റി, സ്കില്ല്, കോമ്പിറ്റൻസി. അവിടുത്തെ എംപ്ലോയീസിന്റെ എബിലിറ്റി, സ്കില്ല്, കോമ്പിറ്റൻസി, അത് മൂന്നിനെയും കുറിച്ചുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. എബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ ശരിക്കും എബിലിറ്റി? ഇത് മൂന്നും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ മൂന്നും വ്യത്യസ്തമായിട്ട് പഠിക്കുന്നത്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ abilities refer to an individual skill and to perform effectively in one or more areas of activity such as physical, mental or interpersonal work. അപ്പൊ എന്താണ് എബിലിറ്റി എന്നൊന്ന് വായിച്ചു നോക്കിയേ. എബിലിറ്റി refers to an individual skill and to perform effectively ഒരു ഏരിയയിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മേഖലയിലെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട്. അത് ഫിസിക്കൽ ആവാം, മെന്റൽ ആവാം, ഇന്റർപേഴ്സണൽ വർക്ക്, മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ടുള്ള വർക്കുകളിലാവാം. അങ്ങനെ ഒന്നോ അതിൽ കൂടുതലോ ഏരിയാസില് നല്ല സ്കില്ലോട് കൂടി പെർഫോം ചെയ്യാനായിട്ട്, വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ കഴിവിനെയാണ് നമ്മൾ എബിലിറ്റി എന്ന് പറയുന്നത്. എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മേഖലയിലാവാം അല്ലെങ്കിൽ ഒന്നോ അതിലധികം ഏരിയാസിന്റെയോ പ്രവർത്തനങ്ങൾ. അത് ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളാവാം, മാനസികമായിട്ടുള്ളതാവാം, ഇന്റർപേഴ്സണൽ വർക്കാവാം, വ്യക്തിഗതമായിട്ടുള്ളവയാവാം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരു മേഖലയിലോ അല്ലെങ്കിൽ മറ്റ് ഏരിയാസിലോ കൂടുതൽ ഏരിയാസിലോ ചെയ്യാനാണ്, വളരെ കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് നമ്മൾ എബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? എബിലിറ്റി എന്താന്ന് മനസ്സിലായോ? അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വന്നാലേ ഇനി അല്ലെങ്കിൽ കോമ്പിറ്റൻസിയും അതുപോലെ തന്നെ സ്കില്ലും ഒക്കെ പറയുമ്പോൾ വ്യത്യാസം മനസ്സിലാവില്ല കേട്ടോ, കണക്ട് ചെയ്യാൻ പറ്റില്ല. Then individuals with numerical ability, for example, ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഇൻഡിവിജ്വൽ വിത്ത് ന്യൂമറിക്കൽ എബിലിറ്റി, അതായത് ഡേറ്റാസും അതുപോലെ നമ്മുടെ നമ്പേഴ്സും ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുണ്ട്, അതുമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഒരു വ്യക്തിക്കുണ്ടെന്ന് വിചാരിക്കാം. ഡേറ്റാസും നമ്പേഴ്സും ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഒരു ഇൻഡിവിജ്വലിനുണ്ട്. Then the individual numerical ability, for example, can be trained to apply their ability in the field of engineering, accounting and computer science. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്. അത് കൃത്യമായ പരിശീലനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കഴിവ് പല മേഖലയിലും ഉപയോഗിച്ചൂടെ? പല മേഖലയിൽ ഉപയോഗിക്കാം അല്ലെ? എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉപയോഗിക്കാം, അക്കൗണ്ടിങ് മേഖലയിൽ ഉപയോഗിക്കാം, കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ ഉപയോഗിച്ചൂടെ? ഉപയോഗിക്കാമോ? പറ്റോ? അതാണ് അവരുടെ കഴിവെന്ന് പറയുന്നത്. അപ്പൊ അതൊരു പ്രത്യേകമായിട്ട് ഒരു മേഖലയെ ഉദ്ദേശിച്ചല്ല, ഒന്നോ അതിൽ കൂടുതലോ ഏരിയാസില് നമുക്കൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ശാരീരികമായിട്ടോ മാനസികമായിട്ടോ അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ കഴിവാണിത്. അപ്പൊ അങ്ങനെ ഒരു ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാല് അവർക്ക് ആ ഒരു കഴിവ് ഈ പറയുന്ന എഞ്ചിനീയറിംഗ് മേഖലയിലോ അക്കൗണ്ടിങ് മേഖലയിലോ കമ്പ്യൂട്ടർ സയൻസ് മേഖല, അപ്പൊ പല മേഖലകളിൽ അവർക്ക് ആ ഒരു കഴിവ് ഉപയോഗിക്കാം. ക്ലിയർ ആണോ? അതിനെയാണ് നമ്മൾ എബിലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു എക്സാമ്പിൾ നോക്കി വെക്കണം കേട്ടോ. എക്സാമ്പിളിലൂടെയാണ് കുറച്ചും കൂടി ഇത് കണക്ട് ചെയ്യാൻ പറ്റുക. അടുത്തത് പറയുന്നത് ability develops from an individual's natural aptitudes and subsequent learning opportunity. എബിലിറ്റി എപ്പോഴും ഒരു ഇൻഡിവിജ്വലിന്റെ സ്വാഭാവികമായിട്ടുള്ള അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ അതിന് പിന്നീട് തുടർച്ചയായിട്ട് വരുന്ന ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയും, അത് പഠനത്തിനുള്ള ഒരു അവസരവും അവർക്ക് കിട്ടിയിരിക്കണം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്കൊരു സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ നമ്മൾ സ്കില്ലായിട്ട് മാറുന്നത്, അല്ലേ? നമുക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് നമ്മുടെ സ്കില്ലായിട്ട് വരിക? അല്ല, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അഭിരുചിയാണ് നമ്മുടെ സ്കില്ലായിട്ട് വരുന്നത്, അല്ലേ? ഇപ്പൊ ചില ആളുകൾക്ക് മാത്സ്, ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ മാത്സുമായി ബന്ധപ്പെട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെ? ചില ആളുകൾക്ക് മാത്സ് ആയിരിക്കില്ല, ചില ആളുകൾക്ക് സ്പോർട്സിനോടായിരിക്കും താല്പര്യം, ഇല്ലേ? അതൊക്കെ നമ്മുടെ കഴിവുകളാണ്. അത് നമ്മുടെ താല്പര്യത്തിൽ നിന്നല്ല, നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു അഭിരുചിയിൽ നിന്നല്ലേ അത് വരുന്നത്, അല്ലെ? ഇപ്പൊ ഒരു നല്ല രീതിയിൽ ഡാൻസ് കളിക്കാൻ, ചിലപ്പോ പണ്ട് മുതലേ ഡാൻസ് കളിക്കാൻ നമുക്ക് നല്ല താല്പര്യമുള്ള ആളുകളുണ്ടാവും. അപ്പൊ അത്തരത്തില് അല്ലെങ്കിൽ പാട്ട് പാടാൻ നല്ല താല്പര്യമുള്ള ആളുകളുണ്ടാവും.
അത്തരത്തിലുള്ള ആളുകൾ അത് നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നൊരു അഭിരുചിയാണ് അല്ലെ. അതിന് തുടരെ നമുക്ക് ആവശ്യമായത് പഠിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടിയാൽ അത് നമ്മുടെ കഴിവായിട്ട് മാറുന്നു. ശരിയല്ലേ? ഒരു ഡാൻസ് കളിക്കാവുന്ന ആള് വെറുതെ ഡാൻസ് കളിച്ചാൽ പോരാ അല്ലെ. അതിന് ആവശ്യമായിട്ടുള്ള അത് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ അത് അവരുടെ കഴിവായിട്ട് മാറുകയല്ലേ. ആണോ? മാത്സ് അറിയാവുന്ന ഒരാള് അവർക്ക് നല്ല രീതിയിൽ അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എബിലിറ്റി ആണ് നമ്പേഴ്സും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിന് നല്ല പരിശീലനങ്ങൾ കിട്ടുന്ന ഒരു അവസരം അവർക്ക് കിട്ടുകയാണെങ്കിൽ അത് അവരുടെ സ്കില്ലായിട്ട് മാറുന്നു അല്ലെ. ഇപ്പൊ എബിലിറ്റി എപ്പോഴും ഒരു ഇൻഡിവിജ്വലിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഭിരുചിയിൽ നിന്നും അതുപോലെ തുടർച്ചയായിട്ട് അവർക്ക് അതിന് കഴിഞ്ഞ് കിട്ടുന്ന തുടർച്ചയായി കിട്ടുന്ന ലേണിംഗ് ഓപ്പർച്യൂണിറ്റി പഠനത്തിനുള്ള അവസരങ്ങളിലൂടെയുമാണ് ഒരു എബിലിറ്റി ഒരു വ്യക്തിയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. അത് ക്ലിയർ ആണല്ലോ. Then aptitude are relatively enduring capacity for performing some activity effectively. ചില പ്രവർത്തനം ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ചില പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റിയാണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഭിരുചി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അഭിരുചിയാണ് നമ്മുടെ സ്കില്ലായിട്ട് മാറുന്നത്. അത് എപ്പോഴാണ് അതിന് സീക്വന്റ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ലേണിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ അത് നമ്മുടെ എബിലിറ്റി ആയിട്ട് മാറുന്നു. Then learning opportunity translate that aptitudes into abilities through practice and experience and formal training. ശരിയല്ലേ? അപ്പൊ നമുക്കൊരു അഭിരുചിയുണ്ട്. ഇപ്പൊ പാട്ട് ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തും ആയിക്കോട്ടെ, അത്തരത്തിലുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യമായിക്കോട്ടെ, അത്തരത്തിൽ നമുക്കൊരു അഭിരുചി ഉണ്ടെങ്കിൽ അത് നമ്മുടെ എബിലിറ്റി ആയിട്ട് മാറണമെങ്കിൽ നമുക്ക് നല്ല പ്രാക്ടീസ് വേണം. അതിൽ വേണ്ടേ? നമ്മുടെ ഒരു കഴിവായിട്ട് മാറണമെങ്കിൽ നമുക്ക് അതിൽ നല്ല പ്രാക്ടീസ് വേണം. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അതിലുണ്ടായിരിക്കണം അല്ലെ. ശരിയായിട്ടുള്ള ഒരു ഫോർമൽ ആയിട്ടുള്ള പരിശീലനവും നമുക്ക് അതിൽ കിട്ടിയിരിക്കണം. വേണ്ടേ? അപ്പോ ഒരു പ്രാക്ടീസ് വേണം, നല്ല എക്സ്പീരിയൻസ് വേണം, നല്ല ഫോർമൽ ആയിട്ടുള്ള ട്രെയിനിങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഭിരുചി എന്തായിട്ട് മാറുന്നത്? എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ കഴിവായിട്ട് മാറുന്നത്. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? Then organization have to ensure that people possesses the necessary abilities to engage in the behaviors required for effective performance. അപ്പൊ എപ്പോഴും ഒരു ഓർഗനൈസേഷൻ നോക്കുന്ന ഒരു ഓർഗനൈസേഷന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്നാ പറയുന്നത് കേട്ടോ. ഒരു ഓർഗനൈസേഷൻ നോക്കുന്നത് ഏത് ജോലിക്കാണോ നമ്മുടെ ആളുകളെ എടുക്കാം, അത് ഏത് തരത്തിലുള്ള ബിഹേവിയർ ആണോ അവർക്ക് വേണ്ടത്, അതിനനുസരിച്ച് എഫക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യുന്ന രീതിയിലുള്ള കഴിവുകളുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കഴിവുകളുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരെയാണ് ഒരു ജോലിയിലേക്ക് എടുക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിൽ നല്ല എബിലിറ്റി ഉള്ള ആളുകളാണോ അവർക്ക് വേണ്ട രീതിയിലുള്ള ബിഹേവിയേഴ്സും നല്ല പെർഫോമൻസും കാഴ്ചവെക്കാൻ പറ്റുന്ന കഴിവുകളുള്ള ആളുകളെയാണ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്? ഉറപ്പുവരുത്തുന്നത്. സോ ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് either by careful selection of people or by a combination of selection and training. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കഴിവുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ നല്ല രീതിയിൽ നമ്മുടെ ഇന്റർവ്യൂസും കാര്യങ്ങളും മറ്റു രീതിയിലുള്ള മെത്തേഡുകളും ഒക്കെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് ആ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണോ ഒന്നില്ലെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്യാം. ശരിയല്ലേ? അവർ നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂവിൽ ചെല്ലുമ്പോൾ ചോദിക്കും അല്ലെ. അത് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അല്ലെ. അതിലൂടെ അവർ വിലയിരുത്തുന്നുണ്ട് ഒരു വ്യക്തിയുടെ കഴിവ് എന്താണ്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട ഇടങ്ങളുമുണ്ട് ഇല്ലേ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ഇത് കെയർഫുൾ ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രക്രിയയിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള നല്ല എബിലിറ്റി ഉള്ള ആളുകളെ സെലക്ട് ചെയ്യാം. അല്ല എങ്കിൽ സെലക്ഷനും അതുപോലെ കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളിലൂടെയും നമുക്ക് ഈ ഒരു നല്ല എബിലിറ്റി ഉള്ള ആളുകളെ ജോലിയിലേക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെ കഴിവാണ്. എന്ത് വേണ്ടിയിട്ട്? ഒരു മേഖലയിലോ അല്ലെങ്കിൽ ഒന്നിലധികം മേഖലകളിലോ ഇപ്പൊ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് ശാരീരികമായിട്ടാവാം, മാനസികമായിട്ടാവാം, ഇന്റർപേഴ്സണൽ വർക്കുകളാവാം. അത് വളരെ പെർഫോം എഫക്റ്റീവ്ലി വളരെ കാര്യക്ഷമമായിട്ട് നടത്താനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ കഴിവിനെയാണ് നമ്മൾ എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ന്യൂമറിക്കൽ എബിലിറ്റി ഓഫ് ഫോർ എക്സാമ്പിൾ ന്യൂമറിക്കൽ എബിലിറ്റി പറഞ്ഞു. അത് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള കഴിവുകളുള്ള നല്ല പരിശീലനം കിട്ടിയ ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടെങ്കിൽ അത് അവരുടെ എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിങ്, കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ എബിലിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ
നാച്ചുറൽ ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അഭിരുചിയിൽ നിന്നും അതുപോലെ തുടർച്ചയായിട്ട് അവർക്ക് കിട്ടുന്ന പഠനത്തിനുള്ള ഓപ്പർച്യൂണിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ അവസരങ്ങളിൽ നിന്നുമാണ് അവർക്ക് എബിലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് എബിലിറ്റിയിലേക്ക് മാറണമെങ്കിൽ കൃത്യമായ പ്രാക്ടീസ് വേണം, കൃത്യമായ എക്സ്പീരിയൻസ് വേണം, ഫോർമൽ ആയിട്ടുള്ള ട്രെയിനിങ് അതിന് കിട്ടിയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഒരു ഓർഗനൈസേഷൻ അത്തരത്തിലുള്ള അവരുടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ എബിലിറ്റി ഉള്ള ആൾ വേണം എന്ന് തീരുമാനിക്കുന്നത് അവർക്ക് ഒന്നില്ലെങ്കിൽ ആ സെലക്ഷൻ പ്രോസസ് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ സെലക്ഷനും അതുപോലെ കൃത്യമായിട്ടുള്ള പരിശീലനം കൊടുത്തുകൊണ്ട് നല്ല എബിലിറ്റി അവർക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയ എബിലിറ്റി. ഓക്കെ അല്ലേ? ശരി. നെക്സ്റ്റ് വൺ ആണ് സ്കില്ല്. സ്കിൽ എന്ന് പറയുമ്പോൾ വൈദഗ്ധ്യം അല്ലെങ്കിൽ പ്രാവീണ്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? ഓക്കെ, സ്കിൽ ആർ ജനറലി thought of as being more task specific competencies than ability. Ability എന്ന് പറയുന്നത് നമ്മളൊരു കഴിവാണ് അല്ലെ? നമ്മുടെ ആ ഒരു കഴിവ് പല മേഖലയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ശരിയല്ലേ? ഇവിടെ ഒരു സ്കിൽ എന്ന് പറയുമ്പോൾ ഇവിടെ പല മേഖലകളിലെ ഉദ്ദേശമല്ല. ഇവിടെ നമ്മുടെ എബിലിറ്റി അല്ലെങ്കിൽ ഒരു കഴിവിന്റെ അപ്പുറം ഒരു ടാസ്ക് സ്പെസിഫിക് കോമ്പിറ്റൻസി ആണ് ഇവിടെ പറയുന്നത്. ഇതൊരു ടാസ്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ചുമതല നിശ്ചിതമായിട്ടുള്ള കഴിവിനെയാണ് നമ്മൾ സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും മറ്റൊരു സ്കിൽ എന്ന് പറയുന്നത് എബിലിറ്റി എന്ന് പറയുന്നത് ഒരു കഴിവ് മാത്രമാണ്. പർട്ടിക്കുലർ ഏരിയയിലോ അല്ലെങ്കിൽ പല മേഖലയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കഴിവുകളാണ്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ മോർ ടാസ്ക് സ്പെസിഫിക് കോമ്പിറ്റൻസി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എബിലിറ്റിയേക്കാൾ ഉപരി ഇവിടെ ചുമതലകളെ നിശ്ചിതമായിട്ടുള്ള കഴിവുകള്, അതാണ് നമ്മളിവിടെ സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം കേട്ടോ. ആൻ ഇൻഡിവിജ്വൽ വിത്ത് ന്യൂമറിക്കൽ എബിലിറ്റി ഹു ഗോസ് ടു സ്കൂൾ ടു ലേൺ അക്കൗണ്ടിങ് ഡെവലപ്പിംഗ് ന്യൂമറിക്കൽ സ്കിൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്, അതിൽ കുറച്ച് പരിശീലനം കിട്ടിയാൽ അവർക്ക് ഏത് മേഖലയിലും ആ ഒരു കഴിവ് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. അത് എബിലിറ്റിയാണ്. സ്കില്ലിലേക്ക് വരുമ്പോ ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ള ഒരു വ്യക്തി അദ്ദേഹം സ്കൂളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നു, അവിടെ അക്കൗണ്ടിങ് പഠിക്കുന്നു. അങ്ങനെ അക്കൗണ്ടിങ് പഠിച്ചാൽ അവർക്ക് ഏത് മേഖല, ആ ഒരു സ്പെസിഫിക് മേഖലയുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ സ്കില്ലല്ലേ വരുള്ളൂ അല്ലെ? അക്കൗണ്ടിങ് ആണ് അവർ പഠിക്കുന്നത്. അപ്പൊ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ സ്കില്ലല്ലേ അവർക്ക് ഡെവലപ്പ് ചെയ്യാം അല്ലെ? അപ്പോ thus when a particular ability is applied to ആ ഒരു പ്രത്യേക കഴിവ് അവർക്ക് ആ ഒരു പ്രത്യേക മേഖലയിൽ മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ? അക്കൗണ്ടിങ് ആണ് അവർ പഠിച്ചത്, അവർക്കൊരു ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടായിരുന്നു, ഡേറ്റാസും നമ്പേഴ്സും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത്തരത്തിലുള്ള കഴിവ് അവരൊരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി അവർ അക്കൗണ്ടിങ് പഠിച്ചു. രണ്ടാമത്തെ ഘട്ടം അവർ അക്കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞപ്പോ ആ ഒരു സ്പെസിഫിക് ഫീൽഡുമായി ബന്ധപ്പെട്ട നല്ലൊരു ന്യൂമറിക്കൽ സ്കിൽ അവർക്ക് കിട്ടി. ആ ഒരു സ്കില്ല് അവർക്ക് എന്തിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ആ സ്പെസിഫിക് ഫീൽഡ്, അതായത് അക്കൗണ്ടിങ് എന്ന് പറയുന്ന മേഖലയിൽ മാത്രമല്ലേ അവർക്ക് ആ ഒരു സ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എഞ്ചിനീയറിംഗ് മേഖലയിൽ പോയി ഈ സ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല ഇല്ലേ? അത് അവരുടെ സ്കില്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ സ്കിൽ എന്ന് പറയുമ്പോൾ എബിലിറ്റിയിലും സ്കില്ലും തമ്മിൽ വ്യത്യാസമുണ്ട്, മനസ്സിലാക്കാം കേട്ടോ. സ്കിൽ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മേഖലയിൽ മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ കഴിവ് അല്ലെങ്കിൽ പ്രാവീണ്യത്തെയാണ് നമ്മൾ സ്കിൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നോ? എക്സാമ്പിൾ വെച്ചൊന്ന് പഠിക്കണം കേട്ടോ. അപ്പൊ സ്കിൽ എന്ന് പറഞ്ഞാല് കുറച്ചുകൂടി ടാസ്ക് സ്പെസിഫിക് കോമ്പിറ്റൻസിയാണ്. ഒരു ചുമതലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ചുമതല
സ്പെസിഫിക് ആയിട്ടുള്ള ചുമതല നിർദ്ദിഷ്ടമായിട്ടുള്ള കഴിവുകളെയാണ് നമ്മുടെ സ്കിൽ എന്ന്. എബിലിറ്റിയേക്കാൾ ഉപരി ടാസ്ക് സ്പെസിഫിക് ആണ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഒരു ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം സ്കൂളിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നു, അക്കൗണ്ടിങ് പഠിക്കുന്നു. അപ്പൊ അവർക്ക് നല്ലൊരു അക്കൗണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സ്പെസിഫിക് മേഖലയില്, ആ ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്ന മേഖലയിലെ നല്ല ന്യൂമറിക്കൽ സ്കിൽ കുറച്ചുകൂടി മികച്ചതായി മാറി, ഇല്ലേ? ആ ഒരു കഴിവ് അവർക്ക് വർദ്ധിച്ചു, അല്ലെ? ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി നല്ലൊരു സ്കിൽ അവർക്ക് വർദ്ധിച്ചു. അപ്പൊ അവർക്ക് അവരുടെ ആ ഒരു വർദ്ധിപ്പിച്ച അല്ലെങ്കിൽ ആ ഒരു സ്പെസിഫിസിബിലിറ്റി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡിൽ മാത്രം, അതായത് അക്കൗണ്ടിങ് എന്ന് പറയുന്ന മേഖലയിൽ മാത്രം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സ്കില്ലായിട്ട് അത് മാറി. അതുകൊണ്ട് തന്നെ അത് അവരുടെ കഴിവായിട്ട്, അല്ലെങ്കിൽ ഒരു സ്കില്ല്, അല്ലെങ്കിൽ ഒരു നൈപുണ്യം അല്ലെങ്കിൽ പ്രാവീണ്യമായിട്ട് അത് മാറുകയും ചെയ്തു. ക്ലിയർ ആണോ സ്കില്ല്? മനസ്സിലായോ? സ്കിൽ എന്താണെന്ന് മനസ്സിലായോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയത്. ഓക്കെ, നെക്സ്റ്റ് വൺ പറയട്ടെ. നെക്സ്റ്റ് വൺ പറയട്ടെ സർ. നെക്സ്റ്റ് വൺ ആണ് കോമ്പിറ്റൻസി. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ ആർ സ്കിൽസ് അസോസിയേറ്റഡ് വിത്ത് സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട സ്കില്ല് അല്ലെങ്കിൽ ഒരു നൈപുണ്യത്തെയാണ് നമ്മൾ കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും ട്ടോ. Competency are skills that have been refined by practice and experience and that enable the individual to specialize in some field. അതായത് കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ സ്കില്ല് തന്നെയാണ്. പക്ഷെ എങ്ങനെയുള്ള സ്കില്ലാ? സ്കില്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മൾ ന്യൂമറിക്കൽ എബിലിറ്റി ഉള്ള ഒരാള് പ്രത്യേകമായിട്ടുള്ള സ്കൂളിലോ ഇൻസ്റ്റിറ്റ്യൂഷനിലോ പോയി അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പൊ അവർക്ക് ആ ഒരു അക്കൗണ്ടിങ് മേഖലയിൽ ആ ഒരു ന്യൂമറിക്കൽ സ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അതല്ലേ നമ്മൾ പറഞ്ഞത് സ്കില്ല്, അല്ലേ? ഇനി ഈ ഒരു ന്യൂമറിക്കൽ സ്കിൽ എന്ന് പറയുന്നത് ഇപ്പൊ അക്കൗണ്ടിങ് മേഖലയുമായിട്ട് ന്യൂമറിക്കൽ സ്കില്ല്, അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഇത് പഠിച്ച എല്ലാവർക്കും കിട്ടും, ശരിയല്ലേ? അതുമായി ബന്ധപ്പെട്ട താല്പര്യമുള്ള, അത് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും ആ ഒരു ന്യൂമറിക്കൽ സ്കില്ല് കിട്ടും. എന്നാൽ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ഈ സ്കില്ലിനും ഒരു പടി മുകളിലുള്ള സ്പെഷ്യലൈസേഷൻ ആണ്. അതായത് നമുക്ക് ഒരു അക്കൗണ്ടിങ് തന്നെ എക്സാമ്പിൾ എടുക്കാം. അപ്പൊ ഈ ഒരു അക്കൗണ്ടിങ് മേഖലയിൽ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾ, ആദ്യമായിട്ട് ജോയിൻ ചെയ്യും. അവർക്ക് ന്യൂമറിക്കൽ സ്കില്ലുണ്ട്, അല്ലെ? അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആ ഒരു ന്യൂമറിക്കൽ സ്കില്ലും അവർക്കുണ്ട്. അവർക്കപ്പോ സ്കില്ല് മാത്രമല്ലേ ഉള്ളൂ, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അവരിവിടെ പഠിച്ചു, ജോയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പൊ അവർക്ക് ആ ഒരു ന്യൂമറിക്കൽ സ്കില്ലുണ്ട്. പക്ഷെ അവർ കോമ്പിറ്റൻസി എന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് കൃത്യമായ പ്രാക്ടീസ് കിട്ടിയിട്ടില്ല, കൃത്യമായ എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല, അല്ലേ? അല്ലേ? ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾ കഴിവുണ്ട്, പക്ഷെ അവർക്ക് കൃത്യമായ പ്രാക്ടീസോ എക്സ്പീരിയൻസോ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അവർ കുറച്ച് വർഷങ്ങൾ അവിടെ ജോലി ചെയ്യുകയാണെങ്കിലോ, ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട, ആ ഒരു പർട്ടിക്കുലർ ഫീൽഡ്, പ്രത്യേക മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചും അവര് അറിവുള്ളവരായിരിക്കും, ശരിയല്ലേ? ആ ഒരു പർട്ടിക്കുലർ ഏരിയയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് കേട്ടോ പറയുന്നത്. അക്കൗണ്ടിങ് മേഖലയിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത സ്കില്ലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവര് ഒരു 1-2 വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള പ്രാക്ടീസ് കിട്ടുന്നുണ്ട് ആ ജോലിയുമായി ബന്ധപ്പെട്ട്, ഇല്ലേ? നല്ല പരിശീലനങ്ങളും നല്ല എക്സ്പീരിയൻസും അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോ ആ ഒരു വ്യക്തിയെയും ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? വ്യത്യാസം ഇല്ലേ? ഉണ്ടോ? ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ അറിവും കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും ആർക്കായിരിക്കും? ആ എക്സ്പീരിയൻസ് കിട്ടിയ നല്ല പ്രാക്ടീസ് ഉള്ള വ്യക്തിക്കായിരിക്കും, ശരിയല്ലേ? ആ മേഖല, ഇപ്പൊ ഒരു അക്കൗണ്ടിങ് മേഖലയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള നോളജും സ്കില്ലും എളുപ്പത്തിൽ ചെയ്യാനൊക്കെ ആർക്ക് പറ്റും?
ആ ട്രെയിനിങ്ങും പ്രാക്ടീസും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾ സാധിക്കും അല്ലെ. അങ്ങനെ ഒരു സ്പെസിഫിക് ഫീൽഡിലേക്കുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിനെ സ്പെഷ്യലൈസ് ആക്കുന്ന സ്കില്ലിനെയാണ് നമ്മൾ കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എബിലിറ്റി, സ്കില്ല്, കോമ്പിറ്റൻസി, ഇത് മൂന്നെണ്ണമാണ് നമ്മൾ പഠിച്ചത്. കോമ്പിറ്റൻസി ക്ലിയർ ആയോ? അങ്ങനെ ഒന്ന് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. കണക്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളേ. അപ്പൊ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാല് നമുക്ക് ഇത് നമ്മുടെ സ്കില്ല് തന്നെയാണ്. പക്ഷെ എങ്ങനെയുള്ള സ്കില്ലാ? ആ സ്കില്ലില് കുറച്ചും കൂടി നല്ല രീതിയിലുള്ള പ്രാക്ടീസ് നമുക്ക് കിട്ടുന്നു, കുറച്ചും കൂടി നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നു. അതിലൂടെ enable the individual to specialize in some field, ഒരു പ്രത്യേക മേഖലയില് സ്പെഷ്യലൈസ്ഡ് ആവാനായിട്ട് അതിലൂടെ അവർക്ക് സഹായിക്കുന്ന ആ ഒരു കഴിവിനെയാണ് നമ്മൾ കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് സ്കില്ലാണ് കേട്ടോ. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? അത് മനസ്സിലായാലേ നമുക്ക് നെക്സ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളേ. Next, physical abilities such as strength, flexibility, endurance and stamina can be developed with exercise and training. നമ്മുടെ ശാരീരിക കഴിവുകൾ നമുക്ക് എന്ത് ചെയ്യാം? കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെങ്ത്. ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ടാവോ? അവർക്ക് എക്സ്പോർട്സുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കഴിവുണ്ടായേക്കാം അല്ലെ. അതവർക്ക് സ്കില്ലായിട്ടുണ്ടാവാം. ചിലപ്പോൾ അവരതിന് കുറച്ച് ഇതാണ് എവിടെയെങ്കിലും പോയി അത് പഠിച്ചിട്ടും ഉണ്ടാവാം. പക്ഷെ നല്ല രീതിയിലുള്ള ഒരു ബോഡി സ്ട്രെങ്തും ഫ്ലെക്സിബിലിറ്റിയും എൻഡുറൻസും സ്റ്റാമിനയും ഒക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? തുടർച്ചയായിട്ടുള്ള എക്സസൈസും ട്രെയിനിങ്ങുകളും വേണം അല്ലെ. അപ്പൊ ഒരു ഫിസിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കോമ്പിറ്റൻസി എന്ന നിലയിലേക്ക് അത് എത്തണമെങ്കിൽ അവർക്ക് തുടർച്ചയായിട്ടുള്ള പരിശീലനങ്ങളും ട്രെയിനിങ്ങും ഒക്കെ കിട്ടിയാൽ മാത്രമേ ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, എൻഡുറൻസ്, സ്റ്റാമിനയൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെ. ഇതും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. Then mental abilities such as reasoning, memory, visualization, comprehension and interpersonal abilities can also be developed through practice and education. അതുപോലെ തന്നെ നമ്മുടെ മാനസികമായിട്ടുള്ള കഴിവുകൾ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ലേ? പല കാര്യങ്ങളും റീസണിങ് ചെയ്യുക അല്ലെ, പല കാര്യങ്ങളെയും എന്ത് ചെയ്യുക? മനസ്സിലാക്കുകയും അതിനെ യുക്തിപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും മെമ്മറീസ് അല്ലെ, നമ്മുടെ ഓർമ്മകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, സമഗ്രമായിട്ടുള്ള മറ്റു കാര്യങ്ങളിൽ സമഗ്രമായ രീതിയിലുള്ള തീരുമാനങ്ങൾ, ചിന്തകളൊക്കെ എടുക്കുക, ഇന്റർപേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള എബിലിറ്റീസ്, കഴിവുകള്, ഇതിലൊക്കെ കൃത്യമായ പ്രാക്ടീസും എഡ്യൂക്കേഷൻസും നൽകിക്കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ എബിലിറ്റി വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ കോമ്പിറ്റൻസി എന്ന രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും. ഇവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് സച്ച് ഫോമൽ പ്രോഗ്രാം, അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇല്ലെങ്കിൽ പോലും മെനി ഇൻഡിവിജ്വൽസ് മാനേജ് their own careers in such a way as to continually upgrade their abilities, skill and competencies in order to remain valuable to their organization. ഇത്തരത്തിലുള്ള എല്ലാ ഫോമൽ പ്രോഗ്രാംസും ഇല്ലെങ്കിൽ പോലും ചില ഇൻഡിവിജ്വൽസ് അവരുടെ സ്വന്തം കരിയേഴ്സുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള സ്കില്ലും എബിലിറ്റിയും കോമ്പിറ്റൻസിയും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആ ഓർഗനൈസേഷന് വാല്യുബിൾ ആയിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു കോമ്പിറ്റൻസി എന്താണ്, സ്കിൽ എന്താണ്, എബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ആ ഒരു കോമ്പിറ്റൻസി വേഗം ഒന്ന് വായിച്ചു നോക്കി. ആ എക്സാമ്പിൾ വെച്ച് പഠിക്കണേ, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സില് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് എടുത്ത ഭാഗങ്ങളില് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? മിസ് എടുത്ത ഭാഗങ്ങളാണ് കേട്ടോ ചോദിക്കുന്നത്. ഏതെങ്കിലും ചാപ്റ്റേഴ്സിന്റെ ഏതെങ്കിലും ഭാഗങ്ങള് ഇനി എടുത്തു തരണം എന്നുണ്ടോ, ഒന്നുകൂടി പറഞ്ഞു തരണമെന്നുണ്ടോ, ഏതെങ്കിലും ഭാഗങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടോ? അങ്ങനെയുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അത് പറഞ്ഞു തരാം. ഒന്നുമില്ല, എല്ലാം മനസ്സിലായിരുന്നാണോ ഉദ്ദേശിക്കുന്നത്? ആണോ? ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അത് പറഞ്ഞു തരാം. എല്ലാവരും കൂടിയുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വായിച്ചു നോക്കട്ടെ. ഓക്കെ, വായിച്ചു നോക്കിക്കോട്ടെ. എന്നിട്ട് നമുക്കൊരു ആദ്യത്തെ ദിവസം ഇപ്പൊ ഫ്രൈഡേ ആണ് മിസ്സിന്റെ ക്ലാസ് ഉള്ളത് നെക്സ്റ്റ് കേട്ടോ. ഫ്രൈഡേ ആദ്യത്തെ ഒരു 3 ചാപ്റ്റേഴ്സ് കേട്ടോ. 5th മോഡ്യൂളിലെ 2 ചാപ്റ്ററും 6th മോഡ്യൂളിലെ ഫസ്റ്റ് ഒരു ചാപ്റ്റർ. അപ്പൊ അവിടെ വരുന്ന ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം. അതുപോലെ തന്നെ റിവിഷനും നടത്താം കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് വരാം. 3 ചാപ്റ്റേഴ്സ് കേട്ടോ.
ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സും 5th മോഡ്യൂളിലെ 2 ചാപ്റ്റേഴ്സും 6th മോഡ്യൂളിലെ മിസ് എടുത്ത ആദ്യത്തെ ചാപ്റ്റർ, ആ 3 ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കിയിട്ട് വരണേ. അത് നമുക്കൊരു ചെറിയ രീതിയിൽ ഒരു റിവിഷൻ പോലെ നടത്താം. അവിടെ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒന്ന് പ്രിപ്പയർ ആയിട്ട് വരണം. അതുപോലെ ഈ ഭാഗവും ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.